കഴിഞ്ഞ വർഷം ആ ഒരു ഒക്ടോബർ 1 വന്ന ആ ഒരു ജെയിൻ റിസോഴ്സ് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞ കമ്പനി ഓൾമോസ്റ്റ് 15% ലിസ്റ്റിംഗ് ഗെയിൻസ് തന്നത്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി ഓൾമോസ്റ്റ് ഡബിൾ ആയിരുന്നു ആ ഒരു വർഷം തന്നെ. നമുക്ക് അതുപോലെ മെറ്റൽ റീസൈക്ലിങ്ങിലുള്ള വേറൊരു IPO, അതായത് CMR ഗ്രീൻ ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ IPO ആണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു IPOയും അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഗെയിൻസ് തരുന്നതും അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു IPO ആണോ? അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത് ബേസിക്കലി ഒരു ഓഫർ ഫോർ സെയിലാണ്. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ആ ഒരു മോഹൻ അഗ്രവാളും അവരുടെ ആ ഒരു മൗറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് കമ്പനിയുണ്ട്. ആ ഒരു ഗ്ലോബൽ സ്ക്രാപ്പ് പ്രോസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയൊക്കെയാണ് ഇതിൽ ഷെയർസ് ഓഫ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഓൾമോസ്റ്റ് 87% ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 80% ആ ഒരു റേഞ്ചിലോട്ട് വരും. ഈ ഒരു IPO ഓപ്പൺ ആവുന്നത് ആ ഒരു ജൂൺ 3 ക്ലോസ് ചെയ്യുന്നത് ജൂൺ 5. അതുപോലെ ഈ ഒരു IPOയുടെ അലോട്ട്മെൻറ്റ് ഫൈനലൈസ് ചെയ്യുന്നത് ആ ഒരു 8 9 ഓൾമോസ്റ്റ് ആ ഒരു ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് ആ ഒരു ഷെയർസ് ക്രെഡിറ്റ് ആവും. അതുപോലെ 10 ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കമ്പനിയുടെ പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് 182 മുതൽ 192 രൂപ വരെയാണ്. അപ്പോൾ ആ ഒരു അപ്പർ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 192 രൂപയാണ്. 78 ഷെയർസാണ് ആ ഒരു ലോട്ട് സൈസായിട്ട് വെച്ചിരിക്കുന്നത്. റീറ്റെയിൽ കോട്ടയിൽ ഓൾമോസ്റ്റ് 15,000 രൂപയും മിനിമം വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അതുപോലെ SHNI കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 2,10,000 രൂപ അടുപ്പിച്ച് വേണം. എംപ്ലോയീസിന് ഈ IPOയിൽ ഓൾമോസ്റ്റ് ഒരു 18 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഓൾമോസ്റ്റ് 35%ആണ് ഒരു കോട്ടയുള്ളത്. എന്ന് വെച്ചാൽ 35% IPO റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് റിസർവ്ഡ് ആണ്. അതുപോലെ 15% HNI കാറ്റഗറിയിൽ റിസർവ്ഡ് ആണ്. ബാക്കി ആ ഒരു 55% എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഈ ഒരു ബിസിനസ് 2005 മോഹൻ അഗ്രവാൾ എന്ന് പറയുന്ന ആളുടെ ഐഡിയയിൽ തുടങ്ങുന്ന ബിസിനസ്സാണ്. 2006 അവർ ആദ്യമായിട്ട് അവരുടെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. തത്തർപൂർ എന്ന് പറഞ്ഞ ഡൽഹിയിലുള്ള സ്ഥലത്താണ് അവർ ആദ്യമായിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 13ഓളം പ്ലാന്റുകളുണ്ട് ഇന്ത്യ മൊത്തത്തിൽ. ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ ഒരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് നമ്മുടെ അലൂമിനിയം ഇൻഗോട്ട്സ് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി അതിനില്ല. അതുപോലെ തന്നെ റീസൈക്ലിംഗ്, അലുമിനിയം റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ബോക്സൈറ്റ്, അലുമിനിയത്തിൻ്റെ യഥാർത്ഥ അയിരായിട്ടുള്ള ആ ഒരു ബോക്സൈറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് അലുമിനിയം ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ഉള്ള അലുമിനിയം റീസൈക്കിൾ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടിയോളം എനർജി റിക്വയർമെൻ്റ് ഉണ്ട്. അത്രത്തോളം കാർബൺ ഫുട് പ്രിൻറ്റ് ആ ഒരു പ്രോസസ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 10 ഇരട്ടിയാണ് കാർബൺ ഫുട് പ്രിൻറ്റ്. അപ്പോൾ അത്ര ഒരു ഗ്രീൻ ടെക്നോളജിയാണ് അവർ ഈ ഒരു അലുമിനിയം റീസൈക്ലിംഗ് കൊണ്ടുണ്ടാക്കുന്നത്. മാനേജ്മെൻറ്റ് അവരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഈ 2050 ഈ ഒരു അലുമിനിയം റീസൈക്ലിംഗ് നിന്ന് യൂസ് ചെയ്യുന്ന അലുമിനിയം പ്രൊഡക്ട്സ് യഥാർത്ഥ ഡയറക്റ്റ് അതിൻ്റെ അയിരായിട്ടുള്ള ബോക്സിൽ നിന്ന് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ മാർക്കറ്റ് ഷെയർ കാണും എന്നുള്ളതാണ്. ഇവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഈ ഒരു മെറ്റൽ സ്ക്രാപ്പ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവർ 1000ഓളം സോഴ്സിംഗ് പോയിൻ്റുള്ള അവർ 72ഓളം രാജ്യങ്ങളിലുണ്ട്. അവർക്ക് USA ഒരു സബ്സിഡറി ഉണ്ട് ഈ ഒരു സ്ക്രാപ്പ് മെറ്റൽ കളക്ട് ചെയ്യുന്നതിന്. അപ്പോൾ അങ്ങനെ പല ഇടത്തുനിന്ന് അവർ സോഴ്സ് ചെയ്യുന്ന ഈ ഒരു മെറ്റൽ സ്ക്രാപ്പ് റീസൈക്കിൾ ചെയ്യുകയാണ്. ഇവിടെ ഇന്ത്യയിലുള്ള ആ ഒരു 13 പ്ലാന്റിൽ റീസൈക്കിൾ ചെയ്ത് എടുക്കുകയാണ്. ഇവരുടെ ഒരു നല്ലൊരു ശതമാനം ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലുമിനിയമാണ്. 82% അവരുടെ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം ഇൻകോട്ട്സും അലുമിനിയം ലിക്വിഡ് മെറ്റലായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബിസിനസ്സാണ് അവരുടെ മെയിൻ ഭാഗം. അവരുടെ കസ്റ്റമേഴ്സും ഈ ഒരു അലുമിനിയം യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയാണ്. മിക്കവാറുള്ള ഈ ഒരു ഓട്ടോമോട്ടീവ് OEM മാനുഫാക്ചേഴ്സ് എല്ലാവരും ഇവരുടെ കസ്റ്റമേഴ്സാണ്. ബാക്കി ഒരു 18% മാർക്കറ്റ് ഷെയർ എന്ന് വെച്ചാൽ നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽസ് ആയിട്ടുള്ള ഈ സിങ്ക് അലോയുടെ ഇൻകോട്ട്സ്, അതുപോലെ കോപ്പർ, ബ്രാസ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇൻകോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആ ഒരു മെറ്റൽ പീസിനാണ് പറയുന്നത്. ആ ഒരു റീസൈക്കിൾ ചെയ്ത് ആ ഒരു പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ആ ഒരു പീസിനാണ് പറയുന്നത്. അതുപോലെ ലിക്വിഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ മെറ്റൽ അതുപോലെ ആ ഒരു മോൾട്ടർ സ്റ്റേറ്റിൽ ആ ഒരു കാസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി ആ ഒരു കാസ്റ്റിംഗ് സൈക്കിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു കാസ്റ്റിംഗ് ഓപ്പറേഷൻ അത്രയും ആ എനർജി കുറച്ച് സ്പെൻഡ് ചെയ്താൽ മതി, മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനി അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ ഇൻസെപ്ഷൻ തൊട്ട് ഓൾമോസ്റ്റ് 23% CAGR അച്ചീവ് എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഇടയ്ക്കുള്ള ആ ഒരു അക്കൗണ്ടിങ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലീനിയർ ആയിട്ടുള്ളൊരു ഗ്രോത്താണ്. നമുക്ക് കുറച്ചുകൂടെ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത്, ഒരു 40% റവന്യൂ ഗ്രോത്ത് ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. നമ്മളവിടെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ റവന്യൂസിൽ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് അവരുടെ ആ ഒരു പ്രോഫിറ്റിൽ 2024 ഒരു വലിയൊരു ലോസ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ അത് കാരണം അവരുടെ ആ ഒരു റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതായത് അവരുടെ ആ ഒരു ആസെറ്റ്, അതായത് ആ ഒരു ബുക്ക് വാല്യൂ ഇറോഡ് ചെയ്ത് പോയിട്ടായിട്ട് കാണുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആ ഒരു എക്സെപ്ഷണൽ ഐറ്റം അങ്ങോട്ട് റിമൂവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലീനിയറാണ് അവരുടെ ആ ഒരു ഗ്രോത്ത്. അക്കൗണ്ടിങ് ഗ്രോത്ത് ഓൾമോസ്റ്റ് ലീനിയറായിട്ട് തന്നെയാണ് പോകുന്നത്. ആ ഒരു എക്സെപ്ഷണൽ ഐറ്റം ഇല്ലാതുള്ള ഇബിറ്റ വാല്യൂ ആ ഒരു മാനേജ്മെൻറ്റ് TV ആ ഒരു പ്രോഗ്രാമിൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ
അത് നോക്കുവാണെങ്കിൽ ഇവിട്ട ഓൾമോസ്റ്റ് ലീനിയർ ആയിട്ട് തന്നെയാണ് കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അക്കൗണ്ടിങ്ങിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അതല്ലല്ലോ നമുക്ക് ആവശ്യമുള്ളത്. ക്യാഷ് ഫ്ലോസ് വേണം ഈ ഒരു കമ്പനിയിൽ. അതുപോലെ ബിസിനസ് മോഡൽ എന്തുമാത്രം നല്ലതാണ്. അവരുടെ ആ ഒരു കമ്പനി അസറ്റ് ലൈറ്റ് ആണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് ഒട്ടും അസറ്റ് ലൈറ്റ് അല്ല. അവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ 1300 കോടി രൂപയുടെ കടമുണ്ട്. ആ ഒരു കടം കൂടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാപെക്സുകൾ ചെയ്യുന്നുണ്ട്. 500 കോടിയുടെ ക്യാപെക്സ് ഈയിടയ്ക്ക് ചെയ്ത് അതിന് മുന്നേ ഒരു 500 കോടിയുടെ ക്യാപെക്സ് അവർ ചെയ്താണ്. അവരുടെ പ്ലാനിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ്. പക്ഷേ അവരുടെ ഡെറ്റ് ടു ഇക്വിറ്റി ഓൾമോസ്റ്റ് 0.8 എത്തിയിട്ടുണ്ട്. അവരുടെ ആ ഒരു ഡെറ്റ് ടു ഇക്വിറ്റി അത് അത്ര നല്ലൊരു കാര്യമാണ്. നല്ല ക്യാഷ് ഫ്ലോസ് ഉള്ള കമ്പനിയാണ്. സ്വന്തം ക്യാഷ് ഫ്ലോസിന് അവർക്ക് അവരുടെ ആ ഒരു കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എക്സ്പാൻഷൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ അവരുടെ ആ ഒരു റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓൾമോസ്റ്റ് ആ ഒരു 10% ആ ഒരു റേഞ്ചിന് അടുത്താണ് നിൽക്കുന്നത്. അതുപോലെ മാർജിൻസും വളരെ കുറഞ്ഞൊരു ബിസിനസ്സാണ്. പണ്ടൊക്കെ മാർജിൻസ് ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടായിരുന്നെന്ന് മാനേജ്മെൻറ്റ് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തുള്ള ഇബിട്ട മാർജിൻസ് ഓൾമോസ്റ്റ് ആ ഒരു 5% റേഞ്ചിലും അതുപോലെ പാറ്റ് മാർജിൻസ് 1 തൊട്ട് 2% റേഞ്ചിലാണ്. റീസൈക്ലിംഗ് ബിസിനസ്സിൽ മാർജിൻസ് കുറവാണ്, റിട്ടേൺ എക്വിറ്റി കുറഞ്ഞ ബിസിനസ്സാണ്. പക്ഷേ ഇതെല്ലാം ഓഫ്സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു കമ്പനിയുടെ ഗ്രോത്ത് വെച്ചിട്ടാണ്. അത് ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തിൽ കമ്പനിക്ക് പറ്റുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റം കമ്പനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നമ്മൾ റീസണബിൾ ആയിട്ടുള്ള വാല്യൂഷൻസിൽ ഈ ഒരു കമ്പനി വാങ്ങുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസിനെ പറ്റിയാണ്. ഈ ഒരു കമ്പനി അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അവരുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കമ്പനി ചീപ്പാണ്. ബാക്കി മിക്കവാറുമുള്ള കോമ്പറ്റീറ്റേഴ്സും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പി മൾട്ടിപ്പിളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രേ മാർക്കറ്റിൽ കുറച്ച് ഡിമാൻഡ് ഈ ഒരു കമ്പനിക്കുണ്ട്. ബേസിക്കലി പറഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ആ ഒരു ഗ്രോത്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നെഗറ്റീവാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. ആ ഒരു ബിസിനസ് രീതിയിൽ ആ ഒരു പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഈ കമ്പനിയുടെ വാല്യൂഷൻസ് നല്ല അട്രാക്റ്റീവാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഒരു നല്ല പോസിറ്റീവാണ് ഈ ഒരു കമ്പനിയുടെ IPOയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി അവരുടെ സെക്ടറിൽ ലീഡറാണ്. അവരുടെ കപ്പാസിറ്റിയിലെ 4-1 കപ്പാസിറ്റി മാത്രമേ അവരുടെ തൊട്ടടുത്തുള്ള കോമ്പറ്റീറ്ററിനുള്ളൂ. അപ്പോൾ അവർ ആ ഒരു സെഗ്മെൻറ്റിൽ ലീഡേഴ്സാണ്. അപ്പോൾ അതുപോലെ ഇവർ ആ ഉള്ള ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉള്ള ബിസിനസ്സാണ്. അതുപോലെ ഈ ഒരു ബിസിനസ്സിന് നല്ലൊരു വാല്യൂ ഉണ്ട്. ഈ ഒരു അലുമിനിയം റീസൈക്ലിംഗ് ഒരു വലിയ രീതിയിലുള്ള ഗ്രീൻ ടെക്നോളജിയാണ്. അവരുടെ ആ ഒരു 10 ഇരട്ടി കാർബൺ ഫുട് പ്രിൻറ്റ്, ആ ഒരു എനർജി കൺസപ്ഷനും വേണം അതിൻ്റെ ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഓറിൽ നിന്ന് അലുമിനിയം ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ടെക്നോളജിയാണ്. അപ്പോൾ ഭാവിയിൽ ഇത് കൂടുതൽ അഡോപ്റ്റഡ് ആവത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി മാർക്കറ്റിൽ വരുന്ന ആ ഒരു വാല്യൂഷൻ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ്. അതുപോലെ പ്രൊമോട്ടേഴ്സ് 2005 മുതൽ പാഷനേറ്റ് ആയിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് തന്നെയാണ്. അവരുടെ ആ ഒരു ഫാമിലി ഹോൾഡിങ്സ് ഇപ്പോഴും ഓൾമോസ്റ്റ് നല്ലൊരു 80% അടുപ്പിച്ച് തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു കമ്പനിയുടെ നെഗറ്റീവ്സ് ആയിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ കടം 1300 കോടിയോളം കടം, ഡെറ്റ് ടു ഇക്വിറ്റി ഓൾമോസ്റ്റ് 0.8 ഉണ്ട്. അപ്പോൾ അവരുടെ കടം വളരെ കൂടുതലാണ്. അവരുടെ ആ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വളരെ കുറവാണ്. അപ്പോൾ അവർ ഇറക്കുന്ന പൈസയിൽ ചെറിയൊരു ശതമാനം മാത്രമേ അവർക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മാർജിൻസ് കുറവാണ്. അത്ര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് അല്ലത്. പിന്നെ അതുപോലെ ഇവർക്ക് അവരുടെ ആ ഒരു പ്രൈസിങ്, അവരുടെ ആ ഒരു സ്ക്രാപ്പ് പ്രൈസിങ് ആ ഒരു കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഈ ഓട്ടോമാറ്റിക് കമ്പനിയിൽ തൊട്ട് അവർക്ക് അതുപോലെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രാപ്പിൻ്റെ പ്രൈസ് അവർക്ക് വലിയൊരു ചലഞ്ച് ആവത്തില്ല. എങ്കിലും ഇവരുടെ ആ ഒരു കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് ടോപ്പ് 3 കസ്റ്റമേഴ്സാണ് ആ ഒരു 20% ഓഫ് റവന്യൂ കൊണ്ടുവരുന്നത്. അതുപോലെ 50% ഈ ഒരു 10 കസ്റ്റമേഴ്സിൽ നിന്നാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റമേഴ്സ് ഈ ഒരു കമ്പനി വിട്ടു പോയി കഴിഞ്ഞാൽ വലിയൊരു ലോസ് ആണ് റവന്യൂവിൽ വരാൻ പോകുന്നത്. ഇനി ഒരു IPO ബേസിക്കലി ഓഫ് ഫോർ സെയിലാണ്. ഇവരുടെ ഇത്രയും കടം ഉണ്ടായിട്ട് ഒരു കമ്പനിയിലോട്ട് കുറച്ച് പൈസ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യുന്നില്ല. ഫുൾ ഓഫ് ഫോർ സെയിലാണ്. പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു IPOയിൽ കൂടുതൽ പൈസ റേസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം മാർക്കറ്റ് നല്ല രീതിയിലല്ല നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ പൈസ റേസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഷെയർസ് ഓഫ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു IPO യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു IPOയ്ക്ക് ഓൾമോസ്റ്റ് 15% 20% ഇടയ്ക്ക് ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ട്. 18% എന്താണ് ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ മാർക്കറ്റിൽ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർക്ക് 35% റീറ്റെയിൽ കോട്ടയുണ്ട്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി റീറ്റെയിൽ കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ സ്മോൾ HNA കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. HNA കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് 15% ഉള്ളു കോട്ട. എന്നാലും അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ഈ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് കുറച്ചുണ്ട്. അപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു 15% 20% വരെ ഉറപ്പാണ്. മാർക്കറ്റിൽ വലിയൊരു വോളറ്റിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. പക്ഷേ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഗ്രോത്തും ആ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽസും ഒരു 4205 കോടി, അത് ബാക്കിയുള്ള കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു കമ്പനിയുടെ റവന്യൂസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു മാർക്കറ്റിൽ പ്രൈസ് അപ്രീഷിയേഷനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഗ്രോത്ത് ലെവൽ മാർക്കറ്റിൽ കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് വലിയ തരക്കേടില്ലാത്ത ഒരു IPO തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു IPO ആണ്. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.